ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഇടിയപ്പം ഉണ്ടാക്കിയാലോ. ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം മാത്രമല്ല, അത് വെച്ചിട്ട് എങ്ങനെയാണ് മസാല ഇടിയപ്പം ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു വലിയ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കേണ്ടത് നിർബന്ധമാണ്. നെയ്യ് ഇല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിയുമെല്ലാം നന്നായി തിരുമ്മി പിടിപ്പിച്ച് എടുക്കണം കേട്ടോ. നന്നായി ഉപ്പും നെയ്യും ഒക്കെ പൊടിയിലേക്ക് തിരുമ്മി പിടിപ്പിച്ച ശേഷം അതിലേക്ക് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇത് ചൂടാറുന്നവരെ ഇതൊന്ന് പൊത്തി വെച്ചേക്കാം. അതായത് പിടിക്കാൻ പാകത്തിന്, നമുക്ക് ഉരുട്ടിയെടുക്കണമല്ലോ അത്, അപ്പോൾ പിടിക്കാൻ പാകത്തിന്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച ശേഷം ഇതേപോലെ നീളത്തിൽ ഈ മാവ് ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നമ്മൾ 10 മിനിറ്റ് നേരം ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് സ്റ്റീം ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷമാണ് നമ്മൾ അച്ചിലിട്ടിട്ട് നൂലപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. 10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഉരുളകളൊക്കെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മളുടെ നൂലപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് ഇതേപോലെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. ഇനി വളരെ സിമ്പിളാണ് മസാല നൂലപ്പം ഉണ്ടാക്കാനായിട്ട്. ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. ഒരു വലിയ സബോള ചെറുതായി അരിഞ്ഞതും ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് ഒരു മഞ്ഞ കളർ കിട്ടുള്ളൂ. ഇത്രയും നമ്മൾ ചേർക്കുന്നുള്ളൂ, വേറെ മസാലാസ് ഒന്നുമില്ല. ഇനി നമ്മളുടെ നൂലപ്പം ഇതേപോലെ ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മസാല ഇടിയപ്പം റെഡിയായി. ഇത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഒരു പ്രത്യേകമായിട്ട് കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളുടെ പുതിയ ട്രിക്ക് ഇൻസ്റ്റൻറ്റ് നൂലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.